ഒരു പഞ്ചായത്താണ് കമ്മികളുടെ അണ്ണാക്കിൽ അടിച്ച് കൊടുത്തത്. 8 കോൺഗ്രസ്സുകാരെ രാജിവെപ്പിച്ച് കൂടെ കൂട്ടി. അലയൻസ് ഉണ്ടാക്കാൻ ചില്ലറ കളിയൊന്നുമല്ല, തീ ഐറ്റം. ഇതൊക്കെയാണ് മോനെ പ്രതികാരം. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട്. ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് അതുമായി മുന്നോട്ട് പോയ ഒരു പയ്യൻ്റെ മെക്കെട്ട് കയറി അവസാനം LDF ഭരണം വരെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായി. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും. ഇതൊക്കെയാണ് സംഘപരിവാർ ഹാൻഡിലുകൾ വലിയ മാസാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് വല്ല നാണം മാനം ഉളുപ്പുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പത്രം എടുക്കുമ്പോൾ കാണുന്ന ഒരു വാർത്ത, ജയിച്ച പാർട്ടി മെമ്പർമാരെല്ലാം കൂടി സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, എന്നിട്ട് നേരെ പോയി ശത്രുപക്ഷത്തുള്ള പാർട്ടിയുടെ കൂടെ ചേർന്ന് ഭരണം പിടിച്ചു. ഇങ്ങനെ ഒരു വാർത്തയാണ് നിങ്ങൾ കാണുന്നതെങ്കിലോ, ആ വോട്ട് ചെയ്തതിൽ നിങ്ങളും പെട്ടെന്ന് നോക്കി. അപ്പോൾ നിങ്ങളിപ്പോൾ ആരായി? വോട്ട് ചെയ്ത് നിങ്ങൾ ആരായി? കേൾക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ എന്താ നടക്കുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനാണ്, BJPക്കാണ്. അവർ പോയിട്ട് BJPക്ക് സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റിന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു വാർത്തയാണ് അത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ വോട്ട് കൊടുക്കുന്നത് കോൺഗ്രസിനാണെങ്കിൽ അത് കോൺഗ്രസ്സുകാരാണ് അവിടെ നിൽക്കേണ്ടത് അല്ലേ? അവർ പോയിട്ട് നേരെ കമ്മ്യൂണിസ്റ്റുകാരൊപ്പം നിൽക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് എന്താ തോന്നുക? അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഈ ഒരു തോന്നൽ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന കാര്യം വെറും ഒരു രാഷ്ട്രീയ നീക്കമല്ല, അത് ജനാധിപത്യത്തിൻ്റെ നിയമപുസ്തകങ്ങളിലെ പഴുതുകൾ വെച്ച് നടത്തിയ ഒരു വലിയ ഗാംബ്ലിംഗ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട 8 പേർ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് നേരെ BJPയുടെ വോട്ടും വാങ്ങി ഭരണം പിടിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു ബുദ്ധി കേന്ദ്രം ആരായിരിക്കും? പിന്നെ അതുൽ കൃഷ്ണ, ഇയാൾ വലിയ ചാണക്യതന്ത്രം കാണിച്ചു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കുറേ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞ ജനങ്ങളെ വിഡ്ഢിയാക്കി എന്ന് വേണം പറയാൻ. ഈ അതുൽ കൃഷ്ണയോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു പഞ്ചായത്തിന് നല്ല രീതിയിൽ പാഠം പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്, ഒരു പഞ്ചായത്തിന് നല്ല രീതിയിൽ പാഠം പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഇയാൾ. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടി നല്ല രീതിയിൽ പേരെടുത്ത ആളാണ്. രാഷ്ട്രീയം പോലും നോക്കാതെയാണ് ഇയാളുടെ വാക്കുകൾ ഞാൻ പലപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അതായത് എപ്പോഴും ഞാൻ ഭയങ്കര സംഭവമാണ്, നിയമം ഇതൊക്കെ നോക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് നടന്ന് പെട്ടെന്നൊരു ദിവസം, അതായത് നാട്ടുകാരുടെ മുമ്പിൽ അങ്ങനെയാണല്ലോ, പഞ്ചായത്തിൻ്റെ കുറ്റങ്ങളാണല്ലോ ഇങ്ങനെ മൊത്തമായിട്ട് പറയുന്നത്. ആ കുറ്റങ്ങളുണ്ട് താനും. ആ കുറ്റങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുന്നത്. എന്തായാലും ഇതാണ് ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാര്യമാണ് നമ്മുടെ വിഷയം. നിയമപരമായിട്ട് ഇവർക്ക് ഇതിനുള്ള അധികാരമുണ്ടോ, അതുപോലെ ഇവർക്ക് ഇനി സുഖമായിട്ട് ഭരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള റിപ്പോർട്ട് അടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ഹൈപ്പൊക്കെ തരിക, വലിയ ഉപകാരമായിരിക്കും. ആദ്യം നമുക്ക് ഈ കളിയുടെ ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാം. സംഗതി നടക്കുന്നത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണത്. നല്ല അടിപൊളി കാർഷിക ഗ്രാമം. അവിടെ ആകെയുള്ളത് 24 സീറ്റാണ്. ഭരിക്കണമെങ്കിൽ 13 പേരുടെ പിന്തുണ വേണം. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആർക്കും ഈ മാജിക് നമ്പറില്ല. LDFന് 10 സീറ്റുണ്ട്, അവരാണ് ഏറ്റവും വലിയ ടീം. UDFന് 8 സീറ്റ്, BJPക്ക് 4 സീറ്റ്, പിന്നെ 2 സ്വതന്ത്രരും. കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ LDFന് ഭരിക്കാൻ വെറും 3 സീറ്റ് മതി. സ്വാഭാവികമായും അവരായിരിക്കും അധികാരത്തിൽ വരിക എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവിടെയാണ് കഥയിൽ ആദ്യത്തെ ട്വിസ്റ്റ് നടക്കുന്നത്. കോൺഗ്രസ് ആദ്യം പ്ലാൻ ചെയ്തത് KR ഔസേപ്പ് എന്ന സ്വതന്ത്രനെ കൂടെ കൂട്ടി ഭരിക്കാനായിരുന്നു. പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഔസേപ്പ് നേരെ മറുകണ്ഠം ചാടി LDF ക്യാമ്പിലെത്തി എന്നാണ് എനിക്ക് മനസ്സിലായത്, വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലായത്. ഇതോടെ LDF ഭരണം ഉറപ്പിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ചാണക്യതന്ത്രം അവിടെ നടന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യം വരുന്നത്. എങ്ങനെയാണ് വെറും 8 സീറ്റുള്ള കോൺഗ്രസ് 4 സീറ്റുള്ള BJPയുടെ സഹായത്തോടെ ഭരണം പിടിച്ചത്? അതിന് കോൺഗ്രസിന് BJPയുമായി നേരിട്ട് സഖ്യം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവിടെയാണ് രാജി നാടകം അരങ്ങേറിയത്. കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ജയിച്ച 8 പേരും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ DCCക്ക് കത്ത് നൽകി എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ നോക്കിയപ്പോൾ, വെബ്സൈറ്റുകളൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ ഇനി പാർട്ടിയിലേക്കില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞു. എന്തിനാണ് ഇവർ ഇങ്ങനെ രാജിവെച്ചിട്ടുണ്ടാവുക? പാർട്ടി വിപ്പ് കിട്ടാതിരിക്കാൻ. വിപ്പ് കിട്ടിയാൽ പാർട്ടി പറയുന്ന ആൾക്കേ വോട്ട് ചെയ്യാൻ പറ്റൂ. അത് ലംഘിച്ചാൽ അയോഗ്യരാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പാർട്ടി മെമ്പർമാരല്ല എന്ന വാദം ഇവർ ഉയർത്തിയത്. പക്ഷേ ഇത് നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണോ?
ഞാൻ അത് വഴിയെ പറഞ്ഞു തരാം. ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ, അതായത് സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെ പണയം വെക്കാൻ ഈ മെമ്പർമാരെ പ്രേരിപ്പിച്ചത് ആരായിരിക്കും? ഇവിടെയാണ് അതുൽ കൃഷ്ണ എന്ന പേര് നിർണായകമാകുന്നത്. ഇതൊരു സിനിമാ കഥ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. അതുൽ കൃഷ്ണ ഒരു യുവ BJP നേതാവും സംരംഭകനും കൂടിയാണ്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സംരംഭം അന്നത്തെ CPM ഭരണസമിതി ഇടപെട്ട് പൂട്ടിച്ചിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഈ വാർത്തകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കേട്ടിട്ടുള്ളതാണ്. നാട്ടിൽ നല്ല കാര്യമായിട്ട് വൈറലായിട്ടുള്ള ഒരാളാണ് ഈ അതുൽ കൃഷ്ണ. അത് ഈ അതുലിൻ്റെ മനസ്സിലുണ്ടായി കാണണം. 25 വർഷമായിട്ട് അവിടെ ഭരിക്കുന്ന CPM താഴെ ഇറക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അജണ്ട കൂടിയായിരിക്കണം. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും അതൃപ്തിയും മുതലെടുത്ത് അവരെ BJPയുമായി ബന്ധിപ്പിച്ചത് ഇദ്ദേഹമാകാനാണ് സാധ്യത. BJP നില്ലാ നേതൃത്വത്തിൻ്റെ മൗനാനുവാദത്തോടെ ഓപ്പറേഷൻ മറ്റത്തൂർ പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും അതുൽ കൃഷ്ണയുടെ ബുദ്ധിയാവാനാണ് വഴി. കോൺഗ്രസ് വിമതർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തത് ഇയാളാണെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളൊന്നും തിരുത്താം. TV-യിലും സോഷ്യൽ മീഡിയയിലും പലരും പറയുന്നത് കേട്ട ഒരു കാര്യമാണ്, അവർ പാർട്ടി രാജിവെച്ചല്ലോ, അപ്പോൾ പിന്നെ അവർക്ക് ആർക്കും വോട്ട് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമണ്ടത്തരം തന്നെയാണ്. നമ്മുടെ നിയമം അങ്ങനെയല്ല. 1999 കേരള കൂറുമാറ്റ നിരോധന നിയമം വളരെ സ്ട്രിക്റ്റ് ആണ്. അതിൽ പറയുന്നത് ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ സ്വമേധയോ ആ പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ വോളണ്ടറിലി ഗിവിങ് അപ്പ് മെമ്പർഷിപ്പ് അയാൾ കൂറുമാറിയതായി കണക്കാക്കപ്പെടും. അതായത് ഞാൻ രാജിവെക്കുന്നു എന്ന് ഇവർ എഴുതി കൊടുത്ത ആ നിമിഷം തന്നെ ഇവർ നിയമത്തിൻ്റെ കണ്ണിൽ കൂറുമാറിക്കഴിഞ്ഞു. രാജിവെച്ചാൽ രക്ഷപ്പെടാമെന്നത് ഇവരുടെ വെറും വ്യാമോഹമാകാനാണ് സാധ്യത. സുപ്രീം കോടതിയുടെ രവി എസ് നായക് കേസിലും മറ്റും ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 8 പേരും പറയുന്നത്, അല്ലെങ്കിൽ പറയാൻ സാധ്യതയുള്ളത്, ഞങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് വിപ്പ്, അതായത് ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന കത്ത് നേരിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് ലംഘിച്ചിട്ടില്ല എന്നാണ്. ഇതും നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ല. ഇവരുടെ വീടുകളിൽ വിപ്പ് പാർട്ടി നേതൃത്വം പതിപ്പിക്കേണ്ടതാണ്. അത് കൃത്യമായി പതിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നിയമപരമായി അങ്ങനെ പതിപ്പിക്കേണ്ടതുണ്ട്. വിശ്വസനീയമായ പല റിസോഴ്സുകളും പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിയമപരമായി നേരിട്ട് കയ്യിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീടിൻ്റെ വാതിലിലോ മറ്റോ പതിപ്പിച്ചാൽ അത് വിപ്പ് നൽകിയതായി കണക്കാക്കും. മാത്രമല്ല, വിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇവർ പാർട്ടി വിടുന്നതായി പരസ്യമായി പ്രഖ്യാപിക്കുകയും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തത് വഴി ഇവരുടെ പെരുമാറ്റം പാർട്ടിക്കെതിരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കോടതികൾ എപ്പോഴും നോക്കുന്നത് സാങ്കേതികത മാത്രമല്ല, ആ വ്യക്തിയുടെ പെരുമാറ്റം കൂടിയാണ്. അതുകൊണ്ട് കടലാസ് കിട്ടിയില്ല എന്ന ന്യായവാദം കോടതിയിൽ 10 പൈസയ്ക്ക് വില പോകാൻ പോകുന്നില്ല. ഇനി ആ തെരഞ്ഞെടുപ്പ് നടന്ന രീതി കൂടി ഒന്ന് നമുക്ക് നോക്കാം. കോൺഗ്രസ് വിമതർ 8 പേരും BJPയുടെ 4 പേരും ചേർന്ന് വോട്ട് ചെയ്തത് ടെസ്സി ജോസ് എന്ന സ്വതന്ത്രയ്ക്കാണ്. ടെസ്സി ജോസ് യഥാർത്ഥത്തിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ചിഹ്നമില്ല. അതുകൊണ്ട് ടെസ്സി ജോസിന് ആരുടെ വോട്ട് വേണമെങ്കിലും സ്വീകരിക്കാം, ആർക്കും പിന്തുണ നൽകാം. അവർക്ക് കൂറുമാറ്റ നിയമം ബാധകമാകുന്നത് അവർ എന്തെങ്കിലും മുന്നണിയിൽ ചേർന്നാൽ മാത്രമാണ്. പക്ഷേ അവർക്ക് വോട്ട് ചെയ്ത 8 പേരുടെ കാര്യം അങ്ങനെയല്ല. അവർ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചവരാണ്. അവർക്ക് ടെസ്സി ജോസിനെ പിന്തുണയ്ക്കാൻ, അതും പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായി പിന്തുണയ്ക്കാൻ ഒരു അധികാരവുമില്ല. ഔസേപ്പിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും പിന്തുണ നൽകാം. ഫലത്തിൽ 12 വോട്ട് നേടി ടെസ്സി ജോസ് പ്രസിഡന്റായി. LDFന്റെ ഔസേപ്പിന് 10 വോട്ട് കിട്ടി. BJPയുടെ ഒരു വോട്ട് അസാധുവായി പോയെങ്കിലും ഭരണം പിടിക്കാൻ അത് മതിയായിരുന്നു. നിയമപരമായി ഇത് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്തിനായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ഇവർ അയോഗ്യരാക്കപ്പെടുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യമെന്ന് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ. പാർട്ടിയുടെ ചിഹ്നത്തിൽ പാർട്ടിക്കാരെ ജയിപ്പിച്ച ജനങ്ങൾ മണ്ടന്മാരായില്ലേ? പിന്നെ ഇതിൻ്റെ സമയക്രമം കൂടി നമ്മൾ പരിഗണിക്കണം. കൂറുമാറ്റ കേസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തി വാദം കേട്ട് വിധി വരാൻ മിനിമം 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയാൽ പിന്നെയും നീളും. ആ സമയം വരെ ഇവർക്ക് ഭരിക്കാം. നാളെ എന്ത് നടക്കുമെന്ന് നോക്കി ഇന്ന് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ലൈനാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഭരണം കിട്ടിയല്ലോ, ഇനി പുറത്താക്കുമ്പോൾ പുറത്താക്കട്ടെ എന്ന തന്ത്രം. ഇതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ലൂപ്പോൾ. ജനവധി അട്ടിമറിക്കാൻ നിയമത്തിൻ്റെ കാലതാമസം ഇവർ ആയുധമാക്കുകയാണ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത. ഇനി ഇതിൻ്റെ ധാർമ്മിക വശം കൂടി നോക്കുകയാണെങ്കിൽ നിയമം അവിടെ നിൽക്കട്ടെ. മറ്റത്തൂരിലെ സാധാരണക്കാരായ വോട്ടർമാർ, അത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും BJPക്കാരായാലും, അവർ വോട്ട് ചെയ്ത ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ഒരാൾ ഒരിക്കലും ആഗ്രഹിക്കില്ല തൻ്റെ വോട്ട് BJPക്ക് പോകണമെന്ന്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ജയിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പാർട്ടി മാറി എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറയുന്നത് ആ വോട്ടർമാരുടെ മുഖത്തടിക്കുന്നതിന് തുല്യല്ലേ? ഇതിനെയാണ് രാഷ്ട്രീയ വഞ്ചന എന്ന് വിളിക്കുന്നത്. അധികാരം കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികെട്ട കളിയും കളിക്കാം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഇതുമാതിരിയുള്ള കളികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ലക്ഷണം തന്നെയാണ്.
അതുൽ കൃഷ്ണയുടെയും BJP-യുടെയും ഗെയിം പ്ലാൻ ഇതിൽ വളരെ ക്ലിയർ ആണ്. കേരളത്തിൽ BJP-ക്ക് വേരുറപ്പിക്കാൻ അവർ പയറ്റുന്ന ഒരു തന്ത്രമായിരിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ അവരുടെ ഉദ്ദേശം കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു കാഴ്ചപ്പാടായിരിക്കും. മറ്റത്തൂരിൽ അവർ ചെയ്ത കാര്യം കോൺഗ്രസിന് പിളർത്തി ആ പിളർപ്പിന് ഉപയോഗിച്ച് അവരുടെ പ്രധാന ശത്രുവായ CPM-നെ പുറത്താക്കി എന്നതാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് വീണത്. ഒന്ന്, 25 വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ചു. രണ്ട്, കോൺഗ്രസ് എന്ന പാർട്ടിയെ ആ പഞ്ചായത്തിൽ നാമാവശേഷമാക്കി. ഇനി അവിടെ ഒരു ഇലക്ഷൻ വന്നാൽ കോൺഗ്രസിന് ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഈ ഗ്യാപ്പിൽ BJP-ക്ക് വളരാൻ സാധിക്കും. ഇത് തന്നെയാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. LDF ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. തെളിവുകളെല്ലാം വിമതർക്കെതിരാണ്. രാജിക്കത്ത് കൊടുത്തതും പരസ്യ പ്രസ്താവനകളെല്ലാം അവർക്കെതിരായി വരും. 99% അവർ അയോഗ്യരാക്കപ്പെടും. അങ്ങനെ വന്നാൽ ഇവർക്ക് 6 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല. ഇവരുടെ വാർഡുകളിൽ വീണ്ടും ഇലക്ഷൻ നടക്കും. പക്ഷെ അതുവരെ ഈ അവിശുദ്ധ സഖ്യം മറ്റത്തൂർ ഭരിക്കും. വികസന പ്രവർത്തനങ്ങൾ നടക്കുമോ അതോ രാഷ്ട്രീയം കളിച്ച് സമയം കളയുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയണം. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. LDF-ന്റെ ഭാഗത്തും തെറ്റില്ലേ എന്ന് ചോദിക്കാം. കോൺഗ്രസ് വിമതനായി ജയിച്ച ഔസേപ്പിനെ അവർ ചാക്കിട്ട് പിടിച്ചില്ലേ? അതും ജനാധിപത്യ മര്യാദയാണോ? അല്ല എന്ന് പറയേണ്ടി വരും. എല്ലാവരും അധികാരത്തിന് വേണ്ടി മൂല്യങ്ങളെ കാറ്റിൽ പറത്തുകയാണ്. അവൻ ചെയ്തത് കൊണ്ട് ഞാനും ചെയ്തു എന്ന ന്യായീകരണമാണ് എല്ലാവർക്കും ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുന്നത് നമ്മൾ ജനങ്ങൾ തന്നെയാണ്. നമ്മുടെ വോട്ടിന് അവർ എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഔസേപ്പ് വിമതനായിരുന്നു അല്ലെങ്കിൽ സ്വതന്ത്രനായിരുന്നു. അങ്ങനെ ആവുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് പിന്തുണ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പിന്തുണ കൊടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. എങ്കിലും അതിലൊരു മോറലി നോക്കുമ്പോൾ അത്ര ശരിയായിട്ടുള്ള കാര്യം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസ് വിമതനാണല്ലോ. സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഇഷ്ടമാണ്, അത് പിന്നെ ചോദ്യം ചെയ്യാനും പറ്റില്ല. എന്തായാലും മണ്ടന്മാരാകുന്നത് നമ്മൾ ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് ഇതുപോലുള്ള രാഷ്ട്രീയക്കാരാണ്.